ഗതാഗത മന്ത്രിയും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി അതിഷി മെഹ്ലോനിക്കും രാജ്യസന്നദ്ധത അറിയിച്ച് ഗെഹ്ലോട്ട് കത്തയച്ചു. കത്തിൽ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങളും പാർട്ടിക്കെതിരെയുള്ള സമീപകാല വിവാദങ്ങളുമാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമായി ഗെഹ്ലോട്ട് ചൂണ്ടിക്കാട്ടുന്നത്. ഡൽഹിയിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ പാർട്ടിക്കകത്ത് സാധിക്കാത്തതിലും കൈലാഷ് ഗെഹ്ലോട്ട് അതൃപ്തി രേഖപ്പെടുത്തി. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത് ലാൽ, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണോ ഡൽഹിയിലെ ഗതാഗതം, നിയമം, റവന്യൂ തുടങ്ങി സുപ്രധാന വകുപ്പുകളൊക്കെ വഹിച്ചിരുന്ന കൈലാഷ് ഗെഹ്ലോട്ടിനെ രാജിയിലേക്ക് നയിച്ചത്? ഒപ്പം തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇത് പാർട്ടിയെ ഏത് തരത്തിൽ ബാധിക്കും? ഫെബ്രുവരിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവും പാർട്ടിയുടെ ജാട്ടുമുഖവുമാണ് കൈലാഷ് ഗെഹ്ലോട്ട്. കൈലാഷ് ഗെഹ്ലോട്ടിന്റെ രാജി അപ്രതീക്ഷിതം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ വൈകിട്ട് 6 മണിക്ക് രാജ്യത്തെ മുഴുവൻ വനിതകളുള്ള ബസ് ഡിപ്പോ ഉദ്ഘാടനം ചെയ്ത് ദീർഘമായ പ്രസംഗം നടത്തിയ ഗെഹ്ലോട്ടാണ് ഇന്ന് രാവിലെ രാജിക്കത്ത് കെജ്രിവാളിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ മന്ത്രിസ്ഥാനം തുടരാൻ രാഷ്ട്രീയം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആപ്പിനെ സംബന്ധിച്ചോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പേ ജാട്ട് നേതാക്കൾ ജാട്ടിന്റെ പ്രമുഖ മുഖമായ ഗെഹ്ലോട്ടിന്റെ രാജി വളരെ വലിയ തിരിച്ചടിയാണ്. അതേപോലെ തന്നെ വളരെ നിയമ ബിരുദനും അതേപോലെ തന്നെ ആപ്പിന്റെ എല്ലാവിധ കാര്യങ്ങളിലും നിയമ പോരാട്ടങ്ങളും മുന്നിട്ടിറങ്ങി നിൽക്കുന്ന കെജ്രിവാളിന്റെ ജാമ്യത്തിലടക്കം മുന്നിട്ടിറങ്ങി നിന്ന വ്യക്തിയായിരുന്നു ഗെഹ്ലോട്ട്. അതേപോലെ സ്ഥാപക നേതാവാണ്. ഇത്തരമൊരു സമയത്ത്, ഇത്തരമൊരു നിർണായക സമയത്ത് ഇത്തരമൊരു രാജി ആപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല, കെജ്രിവാളും പ്രതീക്ഷിച്ചിരുന്നില്ല. കെജ്രിവാളിന്റെ വീട് മോടി പിടിപ്പിച്ചതുമായി സംബന്ധിച്ച വിവാദം, അതേപോലെ യമുനയിലെ അഹമ്മദാബാദിലെ മലിനീകരണം, അന്തരീക്ഷ മലിനീകരണം തുടങ്ങിയ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് രാജിക്കത്ത് എഴുതിയിരിക്കുന്നത്. ഡൽഹിയിലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മന്ത്രി ആപ്പ്, പുതിയൊരു വ്യക്തിത്വം, ഇതൊക്കെ കെജ്രിവാളിന്റെ ഇത്ര 10 വർഷത്തെ ഭരണത്തിൽ കോട്ടം തട്ടി എന്ന കുത്തുവാക്കും അദ്ദേഹത്തിന് രാജിക്കത്തിലുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ സംബന്ധിച്ചോളം കെജ്രിവാളിനെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടിയാണ് ഗെഹ്ലോട്ടിന്റെ രാജി. ഡൽഹിയിലെ പ്രമുഖമായ ഒരു സമുദായമാണ് ജാട്ട് സമുദായം. കാരണം ഡൽഹിയിലെ പരാജയം നിയന്ത്രിക്കുന്നത് ജാട്ട് സമുദായമാണ്. ഡൽഹിയിൽ പഴയ മുഖ്യമന്ത്രിയായിരുന്ന സാദ് സിംഗ് വർമ്മ മുതൽ ഉള്ള വ്യക്തികളൊക്കെ BJPയുടെ ജാട്ട് വിഭാഗക്കാരായിരുന്നു. ഈ അവസരത്തിൽ ജാട്ട് മുഖം പാർട്ടിയിൽ നിന്ന് അകലുന്നത് കെജ്രിവാളിനെ സംബന്ധിച്ചോളം വലിയ ഒരു തിരിച്ചടിയായിരിക്കും. സേതുലക്ഷ്മി. ശരി, ശരത്ത്, വ്യക്തമാണ്. ഡൽഹി മന്ത്രിയും ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവുമായ കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു.